മഹാപരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, നല്ല വിലയേറിയമായ വിശ്വസനെ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്വനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ദൈവമേ സ്തോത്രം കർത്താവേ, ഈ പ്രഭാതത്തിൽ അടിക്കാതിരിക്കാൻ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ദൈവം മറ്റുള്ളവരോട് ക്ഷമിപ്പാനുള്ള കൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും അടിയങ്ങൾ കർത്താവ് പല ദൈവമേ അടിയങ്ങളോട് മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന പല വാക്കുകളും കർത്താവ് ഹൃദയത്തിൽ കൊണ്ടുവരുന്ന കർത്താവ് പകയോടെ വിദ്വേഷത്തോടെ ആയിരിക്കുന്നവരാണ് കർത്താവെ. ഞങ്ങൾ ഒരിക്കലും ഞാൻ മരിച്ചാലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവരാണ് കർത്താവെ ഞങ്ങൾ പലപ്പോഴും കർത്താവെ. എന്നാൽ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ദൈവമേ സ്തോത്രം, സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ ദൈവം വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ്. എങ്കിൽ മാത്രമേ ഹാലലുയ അടിയങ്ങളുടെ കുറവുകൾ നീ ക്ഷമിക്കത്തുള്ളൂ എന്ന് കർത്താവ് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ്. അപ്രകാരം ദൈവമേ ഹാലലുയ അടിയങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും ശത്രുത മനോഭാവങ്ങളോ പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നീക്കി അവരോട് ക്ഷമിച്ച് കർത്താവെ സമാധാനത്തിലായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണം. മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.